മ്യൂട്ടാണ്. Good morning, all. Good morning. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ എഫേർട്ട് എടുത്ത് എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ലൊരു എനർജറ്റിക്കോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓവർകമ്മിങ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണല്ലേ. നാളെ നാളെ നീളെ നീളെ. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിലേ ചെയ്ത് വെക്കാം, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ മടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം, ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നമ്മളെല്ലാവരും എന്ത് കാര്യം കിട്ടിയാലും മാറ്റിവെക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണ്, ഞാനടക്കം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് പറയാമോ? നമ്മുടെ ടാസ്കുകൾ മാറ്റിവെക്കും, നമ്മുടെ മീറ്റിംഗ് മാറ്റിവെച്ചിട്ടുണ്ടാവും. പിന്നെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ അതുവരെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് അങ്ങനെ മാറ്റിവെക്കുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഒരു റിലാക്സേഷൻ തോന്നിയിട്ടുണ്ടോ? ഗിൽറ്റ് ആണോ തോന്നിയിട്ടുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റിവെക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നത്? ചിലപ്പോൾ ഒരു ഭയമായിരിക്കാം, തോറ്റു പോകുമോ എന്നൊരു ഭയം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് പ്രോക്രാസ്റ്റിനേഷന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ എന്തെല്ലാം സ്ട്രാറ്റജീസ് ഉണ്ട് ഇത് ഓവർകം ചെയ്യാൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് അണ്ടർസ്റ്റാൻഡിങ് പ്രോക്രാസ്റ്റിനേഷൻ. എനിക്ക് തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ് പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. തോറ്റു പോകുമോ എന്നൊരു ഭയം കൊണ്ടും നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കാം. അപ്പോൾ ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തോറ്റു പോകുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നൊരു ഭയം ഒരുപാട് പേർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പെർഫെക്ഷനിസം. എല്ലാം ശരിയായതിനു ശേഷം ഞാൻ തുടങ്ങാം, അങ്ങനെ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു എനിക്കൊരു സെമിനാർ ഇന്ന് പ്രിപ്പയർ ചെയ്യണം, അത് ഇന്ന് എടുക്കേണ്ട ടാസ്ക് ആണ്, പക്ഷെ ഞാനത് പ്രിപ്പയർ ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ബെറ്റർ ആവാനുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആവണം ഇന്ന് ചിന്തിക്കുമ്പോഴും നമുക്ക് എന്ത് വരും? ഈ ഒരു നാളെ നാളെ നീളെ നീളെ മാറ്റിവെക്കാനൊരു ടെൻഡൻസി നമുക്ക് കൂടും. അപ്പോൾ ഈ ഒരു ഓവർ പെർഫെക്ഷനിസം ഉള്ളതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. അപ്പൊ നമ്മൾ അടുത്തറിയുന്ന പല ആൾക്കാരും, എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, എൻ്റെ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് എക്സാമിന്റെ സമയത്തൊക്കെ വിളിച്ച് ഞങ്ങൾ ഫോം വിളിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്? നീ പഠിച്ചു കഴിഞ്ഞോ? അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത്, ഇല്ല, ഞങ്ങൾ നാളെയാണ് കുറച്ചും കൂടി നോക്കുന്നത്, നാളെയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കൊരു റിലാക്സേഷൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അപ്പൊ എനിക്ക് ഇനിയും ടൈം ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ആരോടും നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഒരു
പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു കാര്യം അവരെപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ പെർഫെക്ഷനിസം, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ്. പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം നമ്മളെ പിന്നിലോട്ട് വലിക്കുന്നത്, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അത് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം. അപ്പോൾ അതും ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പം നമുക്കറിയാം എൻ്റെ വർക്ക് അത് എനിക്ക് ചെയ്യാനുള്ളതാണ്, കൃത്യമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമുക്ക് ചെയ്യാനാണല്ലോ പ്രശ്നം, ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നെ ബാക്കിലോട്ട് വലിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ പറയാണ് ഇന്ന് ചെയ്യണ്ട. അപ്പൊ ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു 5 മിനിറ്റ് ഇൻസ്റ്റഗ്രാം റീലെടുത്തു, വീഡിയോസ് നോക്കി. അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ആക്ച്വലി ഞാൻ കാണുന്നത്. എനിക്ക് ആവശ്യമുള്ള എൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ കാണുന്നത്. പക്ഷെ എന്താ ഉണ്ടാവണേ? ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകുന്നു. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ കണ്ടു പോകുന്നു. കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ റീൽ കണ്ടപ്പോൾ എനിക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എടുക്കാൻ വരുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? എനിക്കത് ഭയങ്കര ഓവർലോഡ് പോലെ തോന്നുന്നു. എനിക്കൊരു അറ്റം വാലും തുമ്പ് മനസ്സിലാവാത്തൊരു രീതി. കാരണം ഞാൻ നേരത്തെ കണ്ടത് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ പോയിന്റിലോട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ആദ്യം കണ്ടതിനേക്കാൾ ഇരട്ടി ഫീൽ എനിക്ക് ചെയ്യുന്നു. ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ. അപ്പൊ എനിക്ക് എന്താണ്, അത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. ഞാനത് നാളെ ചെയ്യാം, പ്രൊക്രാസ്റ്റിനേഷൻ അവിടെ പിന്നെയും സംഭവിക്കുന്നു. മടി പിടിച്ച് നാളെ ചെയ്യാം എന്നൊരു ടെൻഡൻസിലോട്ട് പോകുന്നു. പിന്നെ അടുത്തത് തളർന്നു പോയി. നമ്മൾ കുറെ നേരം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര തളർന്നു പോയി എന്നൊരു തോന്നൽ കൊണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന നമ്മുടെ റൂട്ട് കോസ് വ്യക്തമായി അറിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവരുടെ കാര്യങ്ങൾ ഒരുപോലെ ആവില്ല. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്ട്രാക്ഷനിലായിരിക്കാം എൻ്റെ മെയിൻ പ്രശ്നം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ടൈം ഒത്തിരി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളെ സംബന്ധിച്ച് എന്താണ് ഈ ഞാൻ പറഞ്ഞ കാര്യമാണോ? അല്ല, അവരുടെ റൂട്ട് കോസ് വേറെ ആയിരിക്കും. അപ്പൊ നമ്മുടെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ എന്താണ് പറയാ, പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ എങ്ങനെയായാലും ഫീൽ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നാളെ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴ. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാഡം, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുറത്ത് നല്ല മഴയാണ്. എനിക്ക് നാളെ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് വിചാരിക്കുന്നത്, ഇന്ന് നല്ല മഴയാണ്, അപ്പൊ ഞാൻ ഇന്ന് കുറച്ചു നേരം കൂടി കിടക്കാം. ഡോക്ടറുടെ അപ്പോയിൻമെന്റ് അല്ലേ, അത് നമുക്ക് നാളെയും വേണമെങ്കിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. അപ്പൊ എന്താ സംഭവിച്ചത്? എനിക്ക് കുറച്ചു നേരത്തേക്ക് എനിക്ക് നല്ല ആശ്വാസം ഉണ്ട്. ശരിയാണ്, എനിക്ക് നല്ല റിലാക്സേഷൻ തോന്നുന്നു, നല്ല സന്തോഷം ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു എന്താ പറയാ, മനസ്സിലൊരു ഭാരം, സ്ട്രെസ് കൂടി, ഭയങ്കര ആൻസൈറ്റി ആയി. എന്തുകൊണ്ടാണ് എനിക്ക് നാളെ പോകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നാളെ പോകണം, ഇനി നാളെയും പോകണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മള് ശരി കാലത്ത് പോവാതിരുന്നു, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി അതുകൊണ്ട് കൂടുന്നുണ്ടോ? ഇല്ല. ലോസ് ഓഫ് ടൈം ആണ് അപ്പോഴും സംഭവിക്കുന്നത്. ഡോക്ടറുടെ അടുത്തും പോയില്ല, എന്നാ ഒരു പണിയും ഞാൻ ചെയ്തില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് തോന്നും? ഭയങ്കര കുറ്റബോധം തോന്നും, റിഗ്രറ്റ് തോന്നും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക്
എന്താണ് ദേഷ്യം, ഫാമിലി മെമ്പേഴ്സിന് ചിലപ്പം ദേഷ്യം തോന്നാം. അവരെന്തെങ്കിലും ചെറിയ കാര്യം ചോദിക്കുമ്പോഴേക്കും ഞാൻ ദേഷ്യപ്പെടാം, കാരണം എൻ്റെ കാര്യം നടന്നില്ലല്ലോ. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള നെഗറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊക്രാസ്റ്റിൻ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്? കുറച്ച് നേരം റിലാക്സേഷൻ, കുറച്ച് നേരത്തെ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മൾ എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാണ്, പ്രൊഡക്ടിവിറ്റി പോവാണ്. അതുപോലെ ടൈം മാനേജ്മെന്റും ഒക്കെ അങ്ങനെ താളം കെട്ടി നടക്കുകയാണ്. നമ്മുടെ ഗോളും ഒക്കെ അവിടെ സ്റ്റോപ്പായി കിടക്കുകയാണ് നമ്മുടെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു നമ്മുടെ ഒരു അറിവിലോട്ട് വേണ്ടി പല തരത്തിലുള്ള പ്രൊക്രാസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്രോണിക് പ്രൊക്രാസ്റ്റിനേഷൻ. ക്രോണിക് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശീലമായി കഴിഞ്ഞു, ഒരു ഹാബിറ്റ് അങ്ങ് ഫോം ചെയ്തു. എന്ത് പണിക്ക് ഇറങ്ങിയാലും നാളെ വെക്കാം, ഒക്കെ നാളെയാണ് അവർക്ക്. അവരുടെ ടാസ്കുകളാവട്ടെ എല്ലാം അത് അവർക്ക് നാളെ അവരുടെ ഹാബിറ്റ് അവർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് പറയുകയാണെങ്കിൽ സിറ്റുവേഷണൽ പ്രൊക്രാസ്റ്റിനേഷൻ. ഇക്കോട്ടെ എന്താണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അത് ചിലപ്പം ഭയം കൊണ്ടാവാം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൊണ്ടായിരിക്കാം അവർക്ക് ആ പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തേത് ടാസ്ക് സ്പെസിഫിക് പ്രൊക്രാസ്റ്റിനേഷൻ. ഡിലേയിങ് സ്പെസിഫിക് ടാസ്ക്. സ്പെസിഫിക് ടാസ്ക് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ്, അതൊന്ന് മാറ്റിവെക്കാം, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആ സ്പെസിഫിക് ടാസ്കുകളൊക്കെ വരുമ്പോൾ അവർ മാറ്റിവെക്കും, നാളേക്ക് വെക്കാം. പബ്ലിക് സ്പീക്കിംഗ് അല്ലേ, നാളെ. അവർക്കൊരു ടാസ്ക് സ്പെസിഫിക് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഇനി ഫോർത്ത് വൺ, അവോയ്ഡൻസ് പ്രൊക്രാസ്റ്റിനേഷൻ. എല്ലാം പിന്നത്തേക്ക് ചെയ്യാം, അതായത് എന്തൊരു ഫിയർ, ആൻസൈറ്റി കൂടുന്നു, ഒരു ഒട്ടും ഡിസ്കംഫേർട്ട് അല്ല, അതുകൊണ്ട് അവർ ആ ടാസ്ക് നാളത്തേക്ക് വെക്കുന്നു. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ്, ഡിസിഷണൽ പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഡിസിഷണൽ പ്രൊക്രാസ്റ്റിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കൂട്ടർ എന്താ വിചാരിക്കുക, ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു കാര്യം അത് തെറ്റായിരിക്കും, ഞാൻ പറയാൻ പോകുന്ന കാര്യം അവർക്ക് തെറ്റുമോ എന്നൊരു ഭയം കൊണ്ടും മാറ്റി വെക്കപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. തെറ്റുമോ, ഞാൻ അടുത്ത ശരിയാവുമോ, എൻ്റെ ടോപ്പിക്ക് കറക്റ്റ് പോയിന്റ് ഉണ്ടോ, ശരിയാവില്ല, അങ്ങനെ ശരിയാവില്ല എന്ന് അവർ തന്നെ വിചാരിച്ചിട്ട് സ്വയം ഡിലേ ആക്കുകയാണ്. ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇനി നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? അപ്പോൾ ഇനി തൊട്ട് നമുക്ക് മാറ്റിവെക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരിക്കാം. അതൊക്കെ മാക്സിമം എല്ലാവരും ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യണം എന്ന് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തത് ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോളർ ചങ്ക്. അപ്പോൾ നമ്മൾ എന്ത് ടാസ്ക് ആയിക്കോട്ടെ നമ്മളതൊരു ചെറിയ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാം. ഇപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ട് നാളെ, അപ്പോൾ ആ എക്സാമിന് എനിക്ക് 300 പേജുള്ള ഒരു ബുക്ക് പഠിക്കണം. അപ്പം ഞാൻ ആ 300 പേജുള്ള ബുക്കിന്റെ വലിപ്പം കണ്ടിട്ട് മാത്രം അയ്യോ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ എക്സാം ആണ്, ഈ 300 പേജുള്ള ബുക്ക് ഞാൻ എങ്ങനെ പഠിച്ച് എപ്പോൾ തീരാനാണ് എന്ന് ചോദിച്ച് ഇരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നമ്മുടെ സോറി ചുമ വിട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ ആ കുറച്ച് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ കുറച്ച് ഭാഗം, ഇന്ന് ഞാനൊരു 10 പേജ് ഞാൻ നോക്കും, നാളെ ഞാനൊരു 10 പേജ് നോക്കും, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ റൂം ക്ലീൻ ചെയ്യണം, വീട് മുഴുവൻ വൃത്തികേടായിട്ട് കിടക്കുകയാണ്, അപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കണം,
ഇതൊക്കെ എന്ന് തീരാനാണ് എൻ്റെ ഈ വീട് ക്ലീനിങ് ഒക്കെ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇന്ന് കിച്ചൺ കുറച്ച് ക്ലീൻ ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഡൈനിങ് ഹാള് ക്ലീൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്ത് കുറച്ചിച്ച് അല്ലെ, കേട്ടിട്ടില്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാം. ആ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്ത് ടാസ്കും എത്ര ടഫ് ആയിട്ടുള്ള ടാസ്ക് ആയിക്കോട്ടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ക്ലിയർ ഗോൾ ആൻഡ് ഡെഡ് ലൈൻ. നമുക്ക് എല്ലാവർക്കും ഗോൾസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ് പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പലരും കാലാവധി ശ്രദ്ധിക്കാറില്ല. കാലാവധി എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ഗോളും ഉണ്ട്, ഷോർട്ട് ടൈം ഗോളും ഉണ്ട്. ലോങ് ടൈം ഗോൾ എന്ന് പറയുമ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയാണ് ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ കാലാവധി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഷോർട്ട് ടൈം ഗോൾ ആണെങ്കിലോ 1 മന്തിനുള്ളിൽ ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടോപ്പിക് ഇന്നതാണ്, അതിൻ്റെ ടോപ്പിക് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ എന്തൊരു ഗോൾ നമുക്ക് ഉണ്ടായിക്കോട്ടെ, ഗോൾസ് വേണം, അതിനൊപ്പം നമ്മൾ അതിൻ്റെ ഒരു കാലാവധി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം ആ കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മളത് ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും ഒരു തടസ്സം വന്നു, എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഗോളൊന്ന് സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ അത് കൂടുതൽ സമയം വേണമെങ്കിൽ അത് എക്സ്ട്രാ ഒന്ന് എടുക്കുക, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, നമ്മൾ ഗോൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കാലാവധി സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് 2 മിനിറ്റ് റൂൾ. 2 മിനിറ്റ് റൂൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് നമുക്ക് എന്തിനും തുടങ്ങാനാണല്ലേ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ മടി, എഴുതാൻ മടി, പഠിക്കാൻ മടി. അപ്പോൾ എല്ലാത്തിനും മടിയുണ്ട്, പക്ഷെ നമുക്കൊരു സ്റ്റാർട്ടിങ് ആണ് പ്രശ്നം. അപ്പോൾ ആ സ്റ്റാർട്ടിങ് മീൻസ് 2 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ച് തീരൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങാം. 2 മിനിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്താണ്, ഇന്ന് എനിക്ക് ഒരു ബുക്ക് വായിക്കണം, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, ഇന്ന് എനിക്ക് ആ ബുക്ക് വായിച്ചേ പറ്റൂ. അപ്പോൾ 2 മിനിറ്റ് ഞാൻ വന്നിരിക്കുക, 2 മിനിറ്റ് ഞാൻ ആ ബുക്ക് വായിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 2 മിനിറ്റ് ഞാൻ ആ ബുക്ക് വായിച്ചു. അത് എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഒരു എന്താ പറയാ, അത് സ്പിരിറ്റ് അങ്ങ് വന്നു, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 മിനിറ്റ് എന്തൊരു തുടക്കം, നമ്മൾ എന്ത് ടാസ്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്താണോ നിങ്ങളെ മടി, അത് നമ്മൾ 2 മിനിറ്റ് തുടങ്ങാം. സ്റ്റാർട്ടിങ് മാത്രമാണ് നമുക്കൊരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് ഈ മോർണിംഗ് സർക്കിൾ എടുക്കാൻ പറഞ്ഞു. എനിക്ക് അറിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമാണ്. വന്നിരുന്നു, 2 മിനിറ്റ് ഇരുന്നു, കുഴപ്പമില്ല, നമ്മളത് എടുത്തു, ഓട്ടോമാറ്റിക്കായി പിന്നെ പോവും, പിന്നെ അത് ഓട്ടോമാറ്റിക്കായി അതൊരു ശീലമായി മാറണം. അപ്പോൾ പിന്നെ നമുക്കതൊരു പ്രശ്നമില്ല. ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ കാലത്ത് വരുന്നു, ബ്രഷ് ചെയ്യുന്നു, ഇതൊക്കെ ആരെങ്കിലും പറയണോ? നമുക്കൊരു മടി തോന്നുന്നുണ്ട് ബ്രഷ് ചെയ്യാൻ, അല്ലെങ്കിൽ മടി തോന്നിയാലും എന്താണ്, അതൊരു ശീലമായി കഴിഞ്ഞു. നമ്മൾ വന്നു, ബ്രഷ് എടുക്കുന്നു, പോകുന്നു, അതൊരു ശീലമാവും. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് മാത്രമേ പ്രശ്നമുള്ളൂ. സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം ഒന്ന് ആരംഭിക്കുക, പിന്നെ അങ്ങ് ശരിയാവും. ഇപ്പൊ 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് വന്നിരിക്കുക. ഇനി 4മത്തത് ഒരു പോമോഡോറോ ടെക്നിക് എന്ന് പറയും. അതൊരു ഇറ്റാലിയൻ മെത്തേഡാണ്. ഇറ്റാലിയൻ മെത്തേഡ് 25 മിനിറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, 25 മിനിറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 5 മിനിറ്റ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഇത് അങ്ങനെ നമ്മൾ 4 ടൈം ഈ 25 മിനിറ്റ് സൈക്കിൾ സെറ്റ് ചെയ്യണം. പിന്നെ ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ, ഈ പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ടെക്നിക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അവരോട് പറയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റ് നമ്മളൊരു 25 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത്ര ഭാഗം നീ പഠിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പ്ലസ് എന്താണ്, നിനക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് തരും. അപ്പോൾ അതിൽ ടൈമിൽ നിനക്ക് വെള്ളം കുടിച്ചിട്ട് വരാം, ഒരു പാട്ട് കേൾക്കാം, ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇതൊക്കെ കൊടുക്കാം. എന്നിട്ട് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു റിവാർഡ് കൊടുക്കാം. വലിയ മിഠായിയോ
മൂവി ടൈമോ അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഈ ഇത് മറികടക്കാം. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റ് എ ഷെഡ്യൂൾ ആൻഡ് സ്റ്റിക്ക് ഇറ്റ്. അതായത് നമ്മളൊരു നമുക്ക് ഇപ്പോൾ ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണം. ഈ ദിവസം ഞാൻ ഇന്നത് ചെയ്യും, ഈ മന്തിൽ ഈ വീക്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഈ മന്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യും. അതൊരു നമ്മൾ ചെയ്യുക, ഷെഡ്യൂൾ അങ്ങ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അലാം സെറ്റ് ചെയ്യാം, റിമൈൻഡർ വെക്കാം, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ടൈം എങ്ങനെയൊക്കെ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ഒത്തിരി ടൈം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം അതിന് നമുക്കൊരു ടൈം സെറ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ടൈമർ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് 1 മണിക്കൂർ കാണാം, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പം നമ്മളതൊരു ടൈമർ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു അനാവശ്യ ടെൻഡൻസി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാം, ടൂൾസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെറിയ എഫേർട്ട് എടുത്താൽ പോലും എന്താണ് നമ്മൾ ഒരു റിവാർഡ് കൊടുക്കുക നമുക്ക് ചെയ്യുന്നവർക്ക്. ഒരു കൊച്ചു സന്തോഷം, ഞാൻ ചെയ്തു, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ആയിട്ട് സാധിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു മിഠായി, ചെറിയൊരു റിവാർഡ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമ്മൾ എല്ലാത്തിനും നമ്മളൊരു നന്ദിയുള്ളവരാവുക. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോക്രാസ്റ്റിനേഷനും ബ്രെയിനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ബ്രെയിനിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഏരിയയിൽ എഫക്റ്റ് ആയാൽ പോലും നമുക്ക് നമ്മുടെ പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മുടെ ആ ഒരു ഡോപ്പമൈൻ്റെ കളികൾ കൊണ്ടും പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കാം. അപ്പോൾ നമുക്ക് ബ്രെയിൻ എക്സസൈസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഡോപ്പമൈൻ ലെവലൊക്കെ എങ്ങനെ നമുക്ക് കൂട്ടാം? നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, സൂര്യപ്രകാശമൊക്കെ കൊള്ളുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ മടി ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ തുടക്കം നമ്മൾ കുറിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിങ് മാത്രമേ ഇനി ഒരു പ്രശ്നമുള്ളൂ. ആ സ്റ്റാർട്ടിങ് ഒരു തുടക്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. എന്ത് കാര്യം നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഒരു തുടക്കം വേണമല്ലോ. അപ്പോൾ ഒരു തുടക്കം നമ്മൾ ഇന്ന് തന്നെ തുടങ്ങാം. ആ തുടക്കം ഒരു 2 മിനിറ്റ് ചെയ്യാൻ ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടും ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി പറഞ്ഞിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെർഫെക്ഷൻ ആയിട്ട് ഒന്നും ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് അങ്ങനെ സംഭവമില്ല. നമ്മൾ ആക്ഷൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പെർഫെക്ഷൻ എന്ന് ഇല്ല. അങ്ങനെ വിചാരിച്ച് ഇരിക്കരുത്. പെർഫെക്റ്റ് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ആക്ഷൻ ഇടുക. 2 മിനിറ്റ് വന്നിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? ചെറിയൊരു സ്മോൾ സ്റ്റെപ്പ് എടുക്കുക. നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നാളേക്ക് വെക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫോളോ ചെയ്യാം. നമുക്ക് നാളെ വെച്ചാലും നമ്മളത് എന്തെങ്കിലും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലേ? അപ്പൊ എന്തിനാണ് നമുക്ക് നാളേക്ക് വെക്കേണ്ട ആവശ്യം? ഇന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമായി. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന്, നിങ്ങളുടെ ദിവസത്തിന്റെ ഒരു സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിന്
നന്ദി പറയാണ്. അപ്പം സജന മാം താങ്ക് യു. എനിക്കിങ്ങനൊരു അവസരം ഒരുക്കി തന്ന വിംബിൾ അക്കാഡമിക് നന്ദി പറയുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. ഈ പ്രോകാസ്റ്റിനേഷനിൽ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ ടു ഡു ലിസ്റ്റിലെ ഏറ്റവും ഡിഫിക്കൽട്ടും ഏറ്റവും കോംപ്ലക്സും ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അത് ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കൗട്ടാവും. അതുപോലെ തന്നെ മാം നേരത്തെ പറഞ്ഞ 2 മിനിറ്റ് റൂൾ പോലെ തന്നെ വേറൊരു 2 മിനിറ്റ് റൂൾ ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ 2 മിനിറ്റ് എടുക്കുകയുള്ളെങ്കിൽ എപ്പോൾ ചെയ്യുകയാണെന്ന് പോലും ആലോചിക്കരുത്, അപ്പം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ 2 മിനിറ്റിൽ താഴെ സമയമെടുക്കുന്ന ഒരു ടാസ്ക് നമ്മൾ എപ്പോൾ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആലോചനക്ക് അതിൽ കൂടുതൽ സമയം എടുക്കും എന്നുള്ളത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അബ്ദുൽ റൂഫ്. അബ്ദുൽ റൌഫ്. ഈ പ്രോക്രാസ്റ്റിനേഷനായിട്ട് ബന്ധപ്പെട്ട ബ്രെയിനിന്റെ ഒരു സൈക്കോളജി ഉണ്ട്. അത് പാർക്കിൻസൺസ് ലോ എന്നാണ് പറയാ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്കിപ്പോ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം നമുക്ക് ടൈമാണ് നമ്മൾ നോക്കുക, എത്ര സമയം നീട്ടുന്നു അത്രയും നമ്മളത് നീട്ടിക്കൊണ്ട് പോകുന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ ഒരു റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷർട്ട് ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണമെന്നിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു 2 ആഴ്ച എടുത്തിട്ടായിരിക്കും നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തരിക. അത്രയും വേറെ പണിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അത്രയും ടൈം എടുക്കും. പക്ഷെ നമുക്ക് നമ്മൾ അവരോട് പറയണേ ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് 2 ദിവസത്തിനുള്ളിൽ തരും. അപ്പൊ നമ്മുടെയൊക്കെ ബ്രെയിനിന്റെ ആ ഒരു സൈക്കോളജിയാണ് ഈ പാർക്കിൻസൺസ് ലോയിൽ പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ മതിയായിരിക്കും. അതല്ല പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര സമയം ഉണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ അതാണ് പാർക്കിൻസൺസ് ലോ പറയുന്നത്. എല്ലാവരുടെയും ബ്രെയിനിന്റെ ഒരു സൈക്കോളജിയാണ്. നമ്മുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് ആ കാര്യം നമ്മളത് നീട്ടിക്കൊണ്ട് പോകും. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് പറ്റിക്കാം. നമുക്ക് ഇപ്പൊ ഒരു എക്സാം, നമുക്ക് അടുത്ത മാസം ഒരു എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ തന്നെ എക്സാമിന് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ഇങ്ങനെ ഇതാക്കിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ആ കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ പാർക്കിൻസൺസ് ലോ എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതാണ് അല്ലെ. ഇങ്ങനെ നീട്ടി സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ കാര്യം നീട്ടിക്കൊണ്ട് പോകും. അതിനനുസരിച്ച് നമ്മളുടെ സ്ട്രെസ്സും കൂടും. പിന്നെ നമ്മളത് ചെയ്തില്ലല്ലോ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സ്ട്രെസ് ഒക്കെ കൂടും. അപ്പോൾ നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്, കോൺഷ്യസ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, ഈ പാർക്കിൻസൺസ് ലോയിൽ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അതിൽ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ എക്സാമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു 10 പേപ്പർ ഉണ്ട്, ഒരു പേപ്പറിൽ 3 മൊഡ്യൂളും ഉണ്ട്. അപ്പം നമുക്ക് 1 മന്താണ് എക്സാമിന് സമയമുള്ളെങ്കിൽ നമ്മൾ എക്സാമിന് 1 മന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് പകരം 10 പേപ്പർ, അപ്പോൾ ഒരു പേപ്പർ പഠിക്കാൻ 3 ദിവസം, അതിലൊരു മൊഡ്യൂൾ പഠിക്കാൻ 1 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒരിക്കലും അത് ഡിലേ ചെയ്യില്ല. അതേസമയം നമുക്ക് എക്സാം 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ, അതാണ് നമ്മളുടെ ആ ഒരു ബ്രെയിനിന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു കുറിപ്പ് നമുക്കൊരു റൈറ്റപ്പ് എഴുതണമെന്നിരിക്കും. അപ്പൊ നമുക്ക് അതിന് 2 മണിക്കൂർ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് കുറെ നേരം ആലോചിക്കും, പിന്നെ കുറച്ചു നേരം മടിയായിട്ടിരിക്കും, പിന്നെ ഫോൺ നോക്കും, പിന്നെ ലാസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ട് ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ നമ്മളൊരു 20 മിനിറ്റ് കൊടുത്താലോ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, പെട്ടെന്ന് തിടുക്കത്തിൽ ചെയ്യും, നമ്മളുടെ പണിയൊക്കെ തീരുകയും ചെയ്യും. അപ്പൊ സമയം അധികം കൊടുത്തു കഴിഞ്ഞാൽ ജോലി ഭയങ്കര ഭാരമുള്ളതായിട്ട് തോന്നും നമുക്ക്. സമയം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിൽ കൂടുതൽ ഫോക്കസ് കാണിച്ച് അത് ചെയ്യുകയും ചെയ്യും. അതാണ്. എന്തായാലും റിയ മാമിന്റെ ക്ലാസ് ടോപ്പിക് നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സജന.
അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനി ആർക്കും ഒന്നും പറയാനില്ലല്ലോ. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you.